ടി എസ് ഹരികൃഷ്ണയിലേക്ക്. ഹരി, രണ്ടാമത്തെ ആൾ പുരുഷനാണോ സ്ത്രീയാണോ? രണ്ടാമത്തെയാൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ചൊരു സംശയം ഇപ്പോഴുമുണ്ട്. നമ്മളിവിടെ വന്ന സമയത്ത്, ഈ അപകടം നടന്ന സമയത്ത് ഇവരെ ഈ തീയണയ്ക്കാനും മറ്റുമൊക്കെ സഹായിച്ച ഒരാൾ പറഞ്ഞത് അത് പുരുഷനാണ് എന്നാണ്. പക്ഷെ അത് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഫയർഫോഴ്സിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥരടുത്തൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ ഈ സംശയം പറയുന്നുണ്ട്. ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ സ്ഥിരീകരിക്കാനാവില്ല എന്നാണ് പറയുന്നത്. ആദ്യത്തേത് സ്ത്രീയാണ്, വൈഷ്ണയാണ് എന്നുള്ളത് മാത്രമാണ് അവരും സ്ഥിരീകരിച്ചു പറയുന്ന ഒരു മറുപടി. വൈഷ്ണ പാപ്പനംകോട് സ്വദേശി തന്നെയാണ്. 7 വർഷം കൊണ്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കളക്ടറും ഒപ്പം തന്നെ ഇപ്പോൾ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി അവരുമാരൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് നമ്മോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇത് മാത്രമല്ല, കളക്ടർ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് സന്ദർശിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. മന്ത്രി അവിടുത്തെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥരടുത്തൊക്കെ സംസാരിച്ചതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. എന്താണ് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൽ ദാരുണമെന്ന് പറയുന്നത്, ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ 2 പേരും മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ആ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഇവിടെ നടന്നത്. അപ്പോൾ അത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായ സമയത്ത് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വളരെ ചെറിയൊരു കടയായിരുന്നു. അവിടുന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. ഗ്ലാസ്സൊക്കെ ഇട്ട് മറിച്ചത് കൊണ്ട് ഗ്ലാസ് പൊട്ടിത്തെറിക്കുകയും മറ്റുമൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് തീ പിടിച്ചതാകണം, പടർന്നിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തത്. നാട്ടുകാരെത്തി തീയൊക്കെ അണച്ചതിന് ശേഷം അവരുടെ മൃതദേഹമാണ് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുക. രണ്ടാമത്തെ ആളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നു.